ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും സുഖം തന്നെ. ലാസ്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോ ഇട്ടുതരാം. കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഷാമി പ്രഗ്നൻ്റ് ആണോ, അല്ലെങ്കിൽ ഉമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നേ, എന്നാ കാരണം വീഡിയോയിൽ എന്നാ ക്ലിയർ ആയിട്ട് പറയാഞ്ഞെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം അതിനുള്ളൊരു ആൻസറായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാണ്ട് നിൽക്കുന്നതും ശരിയില്ലല്ലോ, അങ്ങനെ കുറേ മൈൻഡിലേനു ഞാൻ ഉണ്ടായിന്. അപ്പം കാരണം എന്താണെന്ന് പറയാം, ഉമ്മ ഇവിടെ ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അൽഹംദുലില്ലാ മാഷാല്ലാ നമ്മളും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേന്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഉമ്മാനെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഉമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. ലാസ്റ്റ് വീഡിയോൻ്റെ കമൻറ്റിൽ ഇതും ഉണ്ടേനു, നിങ്ങൾ ഉംറയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എങ്ങനെയാണ് മനസ്സിലായെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ അതാണ്. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറയാത്തതിനും റീസൺ ഉണ്ട്. എന്താ പറയുക, പിന്നെ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് റെഡി ആവണമല്ലോ, അതുകൊണ്ട് ഒന്ന് കൺഫേം ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ഇതാ, നമ്മൾ ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നൂനും ആലൂനും അബായ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന തൊട്ടിട്ടാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ആദ്യമേ തന്നെ പറയാം, ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം. കുറച്ച് കാലത്തേക്ക് ഇനി വ്ളോഗ്സ് ഒന്നും ഉണ്ടാവില്ല. ഇൻഷാല്ലാ നിങ്ങൾ ദുആ ചെയ്യുക, നമ്മൾ നല്ല സേഫായിട്ട് ഉംറയ്ക്ക് പോകാനും അവിടെ എത്താനും ഉംറ ചെയ്യാനും എല്ലാം നമുക്ക് വിധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യും. ഉമ്മ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഞാൻ നമുക്കില്ലേ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനെല്ലാം ഉണ്ടാവുമല്ലോ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഒരു 11 ദിവസമാണ് നമ്മളെ പാക്കേജ് വരുന്നത്. ഉംറ നമ്മളിങ്ങനെ പാക്കേജ് എടുത്ത് പോകില്ലേ, ടീമിൻ്റെ കൂടെ ഗ്രൂപ്പായിട്ട് പോകില്ലേ, അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ പോകുന്നത്. അന്നേരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇടേണ്ട ചെരുപ്പ്, നല്ല കംഫർട്ടായിട്ട് ഇടേണ്ട ചെരുപ്പെല്ലാം നോക്കണമല്ലോ, അത് വേണം. പിന്നെ കുട്ടികൾക്കുള്ള അബായ, കുട്ടികൾക്ക് അബായൊന്നും നിർബന്ധം ഉണ്ടാവില്ല. ഇന്നൂനും ആലൂനൊന്നും ഉംറ ചെയ്യണം എന്ന് തന്നെ ഉണ്ടാവില്ല. പക്ഷെ അവരെ കൂട്ടിയിട്ട് പോകുമ്പോൾ അവരെ ചെയ്യിപ്പിക്കുന്നതും നമുക്കൊരു ആഗ്രഹമുള്ള കാര്യമല്ലേ. പിന്നെ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിംഗ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ്. പിന്നെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമാണ്. എല്ലാ ഷോപ്പിലും ഐറ്റംസ് എല്ലാം മാറുമല്ലോ. ഇതെല്ലാം ചെരുപ്പാണ് കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. വിൻ്ററിൽ നമുക്ക് ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പാണ് ഇതെല്ലാം. ഞാൻ ആദ്യം വിചാരിച്ചിന് ചെരുപ്പിൻ്റെ സൈഡിൽ എന്തിനാണ് ഇങ്ങനെ ടോയ്സ് കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചിനേനെ. പക്ഷേ ഇന്നും ആലോ പറഞ്ഞാൽ അതിങ്ങനെ അവർ നോക്കി പോയിട്ട് അത് ചപ്പലാന്നെന്ന് പറഞ്ഞ്. നല്ല രസമില്ല കാണാൻ. വിൻ്റർ സമയത്ത് എല്ലാ ഐറ്റംസും മാറുമ്പം ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ നമുക്കിപ്പം മെയിനായിട്ട് വാങ്ങേണ്ടിയും വിൻ്റർ ക്ലോത്തിങ് തന്നെയാണ് കേട്ടോ. കാര്യം ഇപ്പം സൗദിയിലും നല്ല തണുപ്പുണ്ടാവും. ഭയങ്കര തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഉണ്ടാവും. അന്നേരം പുറത്തെല്ലാം പോകുമ്പോൾ കുട്ടിക്ക് സ്വെറ്റ് ഷർട്ടെല്ലാം വേണം. പിന്നെ ഇക്കാക്ക് ആണുങ്ങൾ കൂടുതലും ഇഹ്റാമിൻ്റെ ആ ഒരു ക്ലോത്ത് തന്നെയല്ലേ യൂസാക്കുക. അപ്പോൾ അത് വാങ്ങാനുണ്ടേനു. പിന്നെ ഇനി യൂസാക്കേണ്ട ബെൽറ്റ്, അങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ ഉസ്താദില്ലേ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് വാങ്ങേണ്ടതെല്ലാം ഇങ്ങനെ വോയിസ് അയച്ച് തന്നിട്ടുണ്ടേനു. പിന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഐറ്റംസ് എല്ലാം നോട്ട് ചെയ്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങണം ഉംറയ്ക്കെല്ലാം പോകുമ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലേനു. പക്ഷേ ഇങ്ങനെ ഈ ക്ലാസ് എല്ലാം കേട്ട് വോയിസ് എല്ലാം കേട്ട് പിന്നെ ഞാൻ ഓരോരോ വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയിട്ട് എന്തെല്ലാമാണ് വേണ്ട വരിക, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ആവശ്യമായിട്ട് വരിക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കി സെർച്ച് ചെയ്തിട്ട് ഓരോന്നായിട്ട് നോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടായിരുന്നു ഫോണിൽ. എന്നിട്ട് അതെല്ലാം വാങ്ങണം. അതെല്ലാം വാങ്ങാൻ വേണ്ടി ഓരോ ദിവസം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, എന്നാലും ഫസ്റ്റ് നമ്മൾ ഒരു ദിവസം പോയി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങി. ഇനിയിപ്പം ഒന്നും കൂടി പോകാനുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. പക്ഷേ അതിന് മുന്നായിട്ട് നമ്മൾ റൂമിൽ എല്ലാവർക്കും കൂടി ഒരു ദിവസം എല്ലാവരെയും വിളിച്ചിട്ട് നമ്മളിവിടെയുള്ള ഫാമിലി, പിന്നെ ഇക്കാൻ്റെ ഷോപ്പിലെ സ്റ്റാഫ്, അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസമാണ് ഇത്. പിന്നെ ഞാൻ ഫുഡ് ആക്കുന്നില്ല, എല്ലാവർക്കും കൂടി ഫുഡ് ആക്കലൊന്നും നടക്കില്ല. പക്ഷെങ്കിൽ ഫുഡ് വാങ്ങുക ചെയ്യുന്നത്, എന്തെങ്കിലും സ്വീറ്റ്സും ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും കോഫി അങ്ങനെ. പിന്നെ തണുത്ത സാധനങ്ങൾ അല്ലെങ്കിൽ തണുത്ത ഡ്രിങ്ക് അങ്ങനത്തെ ഒന്നും ഞാൻ ആക്കിയിട്ടില്ല. കാര്യം ഇവിടെ
എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികൾ തന്നെയാണ്. പനി അല്ലെങ്കിൽ ചുമ അങ്ങനെയായിട്ട് ഈ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത മുതലേ അങ്ങനെയാണ്. എൻ്റെ കഴിഞ്ഞ വ്ളോഗിലെല്ലാം നിങ്ങൾ സൗണ്ട് കേട്ടിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടേനു എൻ്റെ സൗണ്ട് വല്ലാണ്ട് പോയിട്ടുണ്ടേനു, ഭയങ്കര വലിയ സൗണ്ടെല്ലാം ആയിട്ടുണ്ടേനു. കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് എൻ്റെ സൗണ്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും വരണ്ട, എല്ലാവരും അതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ തണുത്തൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല, കുടിക്കാനൊന്നും. ഞാൻ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും വരുമ്പോഴത്തേക്ക് തന്നെ. പിന്നെ ഇപ്പം ഉണ്ടാക്കുന്ന തിരാമിസു ആണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ലാസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് റെസിപ്പി ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ ആൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ എല്ലാം അയച്ചു തന്നിന്. ഞങ്ങൾക്ക് ഈ തിരാമിസുവിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എന്താ പറയാനുണ്ടെന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതൊന്ന് കൺഫേം ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അത് എന്തായിക്കഴിഞ്ഞാലും. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞിന്. പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടിന്, നിങ്ങളെപ്പോലെയുള്ള വീഡിയോസ് ചെയ്യുന്ന കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എല്ലാം അത് പറയാണ്ട് വെച്ച് പിന്നെ നമ്മളെ പറ്റിക്കും എന്നെല്ലാം. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരായിക്കഴിഞ്ഞാലും, ഞാനായിക്കഴിഞ്ഞാലും നിങ്ങളായിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മളെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയി കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ അത് നടക്കും നമുക്ക് കൺഫേം ആയി കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ നടന്ന് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേങ്കിൽ ഉംറൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഉംറ പോകുന്നതിന് മുന്നേ എല്ലാവരോടും പറയണം, എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പോയി വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നും ഞാൻ ആദ്യം മൈൻഡിൽ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇത്രയും കാലം എൻ്റെ വീഡിയോസ് കാണുന്നതും എന്നെ അറിയുന്നതും ആൾക്കാരുണ്ടായിട്ട് നിങ്ങളോട് എൻ്റെ ഈ സന്തോഷം പറഞ്ഞിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഞാൻ മക്കയിലേക്ക് നമ്മളെല്ലാവരെയും ഡ്രീമല്ലേ പോകണമെന്ന്, അടുത്തേക്ക് പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്ന 17-ാം തീയതിയാണ്. എനിക്ക് മൈൻഡ് മൊത്തം പോയി, അതാണ് എനിക്ക് ഡേറ്റ് മറന്നുപോയത്. ഡിസംബർ 17-നാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. പിന്നെ ഡിസംബർ 17-ന് പോയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 10-11 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. നാട്ടിലെല്ലാം പാക്കേജിൽ 15 ദിവസം ഉണ്ടാവും, ഇവിടെ 11 ദിവസമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബൈ റോഡാണ് പോകുന്നത്. അപ്പോൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. നമുക്കിവിടുന്ന് ഒമാനിൽ പോകുമ്പോൾ സൗദി ബോർഡർ പെട്ടെന്നെത്തും. പക്ഷെങ്കിൽ സൗദി ടു മക്ക വരെ നല്ല ലോങ് ഡ്രൈവാണ്. ബസ്സിൽ ഒരു 1.5 ദിവസത്തോളം ഇൻഷാ അല്ലാഹ് പോകാനുണ്ടാവും. അങ്ങനെ പിന്നെ വേറെ എന്താ പറയാനുള്ളത്, എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് ഈ ഉംറൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതന്നെ ആയിരിക്കുമല്ലോ നമ്മളെ മൈൻഡിൽ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് കാണുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായേ, നമ്മൾ പണ്ട് മുതലേ കാണൂലേ ഉംറക്ക് പോകുമ്പോൾ എല്ലാം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്, നമുക്ക് വേണ്ടി അവിടെ എത്തിയാൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായ നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണ് അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടാമെന്ന് പറയും. നമ്മൾ നമ്മളെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം, എനിക്കിത് പണ്ടൊന്നും എനിക്ക് അറിയൂലേനു, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം അതിന് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ ഉംറക്ക് പോകുന്നതാന്ന് കൺഫേം അല്ലായിട്ട് പോലും ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ, ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നും അങ്ങനെ കൂടുതൽ യൂസ് ആക്കലില്ലേ. എന്നാലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടേനു, എനിക്ക് കുട്ടികളില്ല, അപ്പോൾ ഇത്തവിടെ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് എനിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ പേഴ്സണലി ഒന്നും അറിയില്ല, എന്നാലും എനിക്ക് പേരെടുത്ത് പ്രാർത്ഥിക്കാനും പറ്റൂല. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ടും, കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാന്നേനെ, നമ്മൾ ഉംറക്ക് പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ കമ്മ്യൂണിറ്റി പോസ്റ്റ് എത്ര ആൾക്കാർ കാണുമെന്നൊന്നും നമുക്കറിയില്ല. ആരോടും പറയാണ്ട് ഞാൻ കൂടുതലും നമ്മൾ ടൂറെല്ലാം പോകില്ലേ, അങ്ങനെയെല്ലാം പോകുമ്പോൾ ഞാൻ പോയി വന്നിട്ടെല്ലാണ് വീഡിയോസ് വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യൽ. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്ന് കഴിഞ്ഞിട്ട് പറയണമെന്ന്. പക്ഷേ ഉംറൻ്റെ കാര്യം അങ്ങനെയല്ല, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടെല്ലാം വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം. പിന്നെ എനിക്ക് ഈ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്കും നമ്മൾ ഫിസിക്കലി മാത്രമല്ല നമ്മൾ മെൻ്റലിയും പ്രിപ്പയർ ആവണമല്ലോ.
അപ്പോൾ ഞാൻ അതിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയില്ലേനു. പക്ഷെങ്കിൽ ഞാൻ കുറച്ച് സമയമെടുത്ത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന. പിന്നെ വേറെ എന്നാ, നമ്മൾ എവിടെ പോകുമ്പോൾ എനിക്ക് ആദ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും ഇല്ലേനു. പക്ഷെങ്കിൽ ഈ കുറച്ചായിട്ട് ഒരു വർഷത്തിലധികമായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം മക്കയിലൊന്ന് പോകണം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതൽ ചെറുപ്പം മുതൽ പഠിച്ച ആ ഒരു സംഭവം കാബ കാണണം. അങ്ങനെയെല്ലാം എനിക്ക് ഇപ്പം കുറച്ചായിട്ടും ഭയങ്കര ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാ നടക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അതിലൊരു സന്തോഷം പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാണ് ഞാൻ ഈ വ്ളോഗിലൂടെ പറയാൻ വിചാരിച്ചേട്ടാ. പിന്നെ ഇല്ലേ, ഞാൻ പുഡിങ്ങെല്ലാം റെഡിയാക്കി വെച്ച് 2-3 ട്രേയിലാക്കിന് ഒരു 20 ആളുണ്ടാവും. 20 ചെറിയ കുട്ടികളെല്ലാം കൂട്ടി ഒരു 20-24 ആളുണ്ടാവും നമ്മൾ ടോട്ടൽ. കുറേ ആൾ നാട്ടിലാണ് എന്നിട്ടുള്ളത്, അതുകൊണ്ട് അത്രേ ആളുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ പുഡിങ് സെറ്റാക്കി അതിൻ്റെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ആ 3 ട്രേ പുഡിങ് മതിയാവും. പിന്നെ ഞാൻ കോഫിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രിങ്ക് എല്ലാം ആക്കാമെന്ന് വിചാരിക്കലുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ തണുപ്പും പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ കോഫി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കോഫി കുറച്ച് പതിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ദാൽഗോണ പോലെയാണ് ഉണ്ടാക്കുന്നത്. കോഫി പൗഡറും പഞ്ചസാരയും വെള്ളവും കുറച്ച് ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം കൂടിയിട്ട് നല്ലോണം ബീറ്റ് ചെയ്താൽ കുറച്ച് പതിഞ്ഞിട്ട് കോഫി കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ പതപ്പിച്ചെടുക്കലാണ്. ഇത് വേണ്ട പെട്ടെന്ന് പതിഞ്ഞ് കിട്ടും കേട്ടോ. കുറച്ച് കൂടുതലെല്ലാം ഉണ്ടാകുമ്പോൾ ബീറ്റർ യൂസ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്പൂണെല്ലാം വെച്ചിട്ട് പതപ്പിക്കൂലേ, അല്ലെ വിസ്കെല്ലാം വെച്ചിട്ട്, ഇങ്ങനെയാകുമ്പോൾ വേഗമാവുമല്ലോ. പിന്നെ ആലുവിൻ്റെ ഇരുത്തം കണ്ട നമ്മൾ വിളിച്ച എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ല ഇവള്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അവൾ കുളിച്ച് റെഡിയായി ഇരുന്ന് പിന്നെ അവളെ കൺട്രോൾ പോയിട്ട് ജനലിലൂട്ട് നോക്കാൻ തുടങ്ങി അവർ വരുന്നുണ്ടോയെന്ന്. അതാ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടില്ലേ, പണ്ട് യൂസ് ചെയ്യുന്നു, പക്ഷെ ഇപ്പൊ യൂസ് ചെയ്യാത്ത കുക്ക് ചെയ്യാനോ? നമുക്കിപ്പോൾ ചെറിയ അവനില്ലേ, നീ ഇങ്ങോട്ടേക്ക് ഇതിലല്ലേ ഭയങ്കര രീതിയാണ് മുഖമ്മ തേച്ച സാധനം നമ്മള് സെയിം കളറ്. ലേഡീസ് എല്ലാവരും ഒരു 9:30 മണിയാകുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ 9:30 കഴിഞ്ഞ് 10 മണിയും കഴിഞ്ഞിട്ട് അവരൊന്നും വരാത്ത കണ്ടേരം പിന്നെ എൻ്റെ ക്ഷമയും പോയി. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര രസമാണ്. കാത്തിരുന്നിട്ടൊന്നും അവർ വരുന്നുമില്ല. അങ്ങനെ ഇന്നുവിൻ്റെ ക്ഷമയും പോയി. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേനു അവരവിടുന്ന് വിട്ടിട്ടില്ല. ഇനിയും റെഡിയായി നിന്നിട്ടുണ്ടോലും. അവരവിടുന്ന് 9:30 വിടുന്നതിനും പറഞ്ഞാണ്. പിന്നെ ഇല്ലേ, ഉമ്മ പറയുന്നുണ്ടേനു എല്ലാവരെയും വിളിച്ചിട്ട് നീ ഫുഡൊന്നും ആക്കുന്നില്ലല്ലോ, അമ്മക്ക് ആക്കാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്നല്ല ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടേനു. ഉമ്മക്ക് ആരെങ്കിലും വരുമ്പം ഇങ്ങനെ പാർസൽ വാങ്ങുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന ഉമ്മാൻ്റെ മൈൻഡ്. പക്ഷെങ്കിൽ എനിക്ക് നമ്മളെ ചെറിയ കിച്ചണിന് കുറേ ആൾക്കുള്ള ഫുഡ് ആക്കലല്ലോ ഒരു പണിയായിരിക്കും. പിന്നെ ഫുഡ് ആക്കാൻ നിന്നാൽ നമുക്ക് എല്ലാവരെയും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടാവില്ലേ, എന്താ പറയുക, നമ്മൾ കുറേ സംസാരിക്കും. അങ്ങനെ അതിനൊന്നും പിന്നെ സമയം കിട്ടില്ല. അതെല്ലാം കൊണ്ട് നമ്മളെല്ലാവരും മിക്കവാറും എന്തെങ്കിലും പാർട്ടിയിലുണ്ടാകുമ്പോൾ ഫുഡ് പാഴ്സൽ തന്നെയാണ് വാങ്ങൽ. കുറേ ആളുണ്ടാകുമ്പോൾ നമുക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ ആവും. ചെറിയ കിച്ചണെല്ലാം ആയതുകൊണ്ട്. പിന്നെ വലിയ വലിയ പാത്രങ്ങളും ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. മാക്സിമം ഒരു 5-10 ആൾക്ക് ഉണ്ടാക്കേണ്ട പാത്രങ്ങളെ എൻ്റെ അടുത്ത് ഉണ്ടാവും, ആ സൈസിലുള്ള പാത്രങ്ങൾ. അങ്ങനെ ഇതാ അവർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കോഫിയും പുഡിങ്ങെല്ലാം കൊടുത്ത് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലും കുറേ വർത്തമാനം പറയലും അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയിട്ടാണ്. പിന്നെ എനിക്കങ്ങനെ വീഡിയോ ഷെയർ ആക്കാൻ പറ്റാണ്ട് നമ്മൾ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയമുള്ളതുകൊണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, പിന്നെ കുറേ ആളിപ്പോൾ നാട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയും ആൾക്കാരെ നമ്മളുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഫോട്ടോ എല്ലാം നോക്കലേനു. പിന്നെന്താ, അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ ഫുഡ് നമ്മൾ പിzzയും ബ്രോസ്റ്റഡും അങ്ങനെയും വാങ്ങിയിട്ടുണ്ടായിന്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടേനു വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും വന്ന് എല്ലാവരും യാത്രയെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ പോവാൻ നോക്കുന്ന ആ ഒരു ടൈമിൽ
ഒന്നും ഭയങ്കര തിരക്കിലായിരിക്കുമല്ലോ നമ്മൾ. അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ ഈ പാർട്ടിയെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ അന്നത്തെ രാത്രി നല്ല ലേറ്റായിട്ട് എല്ലാവരും പോയിന്. അൽഹംദുലില്ലാ ആ പരിപാടി അങ്ങനെ കഴിഞ്ഞ് പിന്നൊരു ദിവസം നമ്മൾ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഉംറൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഇന്നൂനും ആലൂനും വിൻ്ററിലേക്ക് യൂസ് ആക്കുന്ന ക്ലോത്ത്. ഞാൻ കഴിഞ്ഞ വർഷം വിൻ്റർ ക്ലോത്ത് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. കാര്യം അതിന് മുന്നത്തെ വർഷം വാങ്ങിയതുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് വാങ്ങുമ്പോൾ കുറച്ച് വലിയ സൈസ് എടുക്കും. ഈ വിൻ്റർ സ്വെറ്റ് ഷർട്ടെല്ലാം വാങ്ങുമ്പോൾ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ടും യൂസ് ആക്കാം. കാര്യം നാട്ടിലൊന്നും പോകുമ്പോൾ യൂസ് ആക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഫ്രോക്കൊന്നും അല്ല കേട്ടോ പറയുന്നത്, സ്വെറ്റ് ഷർട്ടിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് വിൻ്ററിലോട്ടും കൂടി യൂസ് ആക്കാം ഇൻഷാ അല്ലാ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് വലുതാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം വാങ്ങണം. അത് മാത്രമല്ല നമ്മൾ പോകുന്നതുകൊണ്ട് കുറച്ച് അധികം വേണമല്ലോ. നമുക്കവിടുന്ന് അലക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാനും ഇക്കയും കുട്ടികളെല്ലാം ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഉമ്മ കുറച്ച് വർഷം മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഉമ്മ പറഞ്ഞ് അലക്കാനെല്ലാം പറ്റും, പക്ഷെ നമുക്ക് അവിടെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും പള്ളിയിലേക്ക് പോവുക, നിസ്കരിക്കുക, അങ്ങനെ ഓതുക, അതിനെല്ലാം അതല്ലേ നല്ലത്. അതുകൊണ്ട് അലക്കാനൊന്നും നിൽക്കണ്ട, എല്ലാ ദിവസത്തേക്കുള്ള കൊണ്ടുപോകാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഉമ്മാനെയും കൂട്ടി ഷോപ്പ് ചെയ്യാൻ പോയാലില്ലേ, ഉമ്മ എല്ലാ ദിവസത്തേക്കും കൊണ്ടുപോകാമെന്നെല്ലാം പറയുക. പക്ഷേങ്കിൽ അമ്മക്ക് കൂടുതൽ ഡ്രസ്സ് വാങ്ങുന്ന ഇഷ്ടമല്ല. അനക്കായാലും കുട്ടിയൊക്കെയായാലും ശംശിയായാലും കൂടുതൽ ഡ്രസ്സ് വാങ്ങുമ്പോൾ പറയും എന്തിനാ കുറേ ഡ്രസ്സെല്ലാം വാങ്ങി നശിപ്പിക്കുന്നതെന്നെല്ലാം ചോദിക്കും. എന്നിട്ട് ഉമ്മ നമ്മളിതെല്ലാം വാങ്ങുമ്പോൾ പറയുന്നുണ്ടേനു, എന്തിനാ നിങ്ങളിങ്ങനെ വാങ്ങുന്നതെന്നെല്ലാം പറയുന്നുണ്ടേനെ. അത് എപ്പോഴായാലും അങ്ങനെ തന്നെ. ഞാനും പങ്ക് കൊളാബായിട്ട് ഡ്രസ്സ് കിട്ടുമ്പോൾ ഉമ്മ പറയും അവരോട് അയക്കണ്ടെന്ന് പറഞ്ഞ ഡ്രസ്സ്, എനിക്ക് കുറേ ഡ്രസ്സില്ലേന്ന് പറയും. ഞാൻ പറയും അവരയച്ചിട്ട് വേണം അവർക്ക് സെയിൽ കിട്ടാൻ, അതുകൊണ്ട് അങ്ങ് അയക്കുന്നതെന്നെല്ലാം പറയല. എപ്പോഴും അങ്ങനെ പറയല. ഉമ്മക്ക് അങ്ങനെ കുറേ എന്ത് വാങ്ങുന്നതും വലിയ കണ്ടുകൂടാ. അങ്ങനെ പക്ഷേങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ കളക്ഷനെല്ലായിട്ട് കുറേ റെഡ് ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. ടാലൂനി റെഡ് ഫ്രോക്ക് വാങ്ങിന്. പിന്നെ ഇന്നൂന് ഈ ഒരു കോഡ് സെറ്റ് വാങ്ങി. നല്ല രസമില്ല ഇന്നൂൻ്റെ ഈ ഒരു ഡ്രസ്സ് കാണാൻ, ഫുൾ സ്ലീവും എല്ലാം ഉണ്ട്. പിന്നെ ഇവർക്ക് അബായാസും വാങ്ങീന്, അതാ ഇടുക. പിന്നെ അതിൻ്റെ ഉള്ളിലിടാനും അല്ലാണ്ട് ഉംറ ചെയ്യാത്ത സമയത്തും എല്ലാം ഇടാൻ ഡ്രസ്സ് വേണമല്ലോ. അങ്ങനെ ഫുൾ സ്ലീവ് സ്വെറ്റ് ഷർട്ടും അങ്ങനെയെല്ലാം വാങ്ങി. പിന്നെ ഞാൻ ഞാനിങ്ങനെ വീഡിയോസ് കണ്ടു നോക്കുമ്പോൾ മനസ്സിലായതാണ് നമ്മൾ കംഫർട്ടായിട്ടുള്ള എന്താ പറയുക സ്ലിപ്പേഴ്സ് എടുക്കണം എന്നുള്ള. പിന്നെ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ അതെടുത്തിട്ട് ബാക്കിലിടാൻ അതിന് സ്ലിപ്പേഴ്സ് ക്യാരി ചെയ്യാൻ മാത്രമുള്ള ബാഗ് വാങ്ങണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കംഫർട്ടായിട്ടുള്ള ഹിജാബ് വേണം, നമ്മളെ ഹെയറൊന്നും പുറത്ത് കാണാണ്ട് യൂസാക്കാൻ പറ്റുന്ന അങ്ങനെയെല്ലാം ഞാൻ കണ്ടിന്. അങ്ങനെ എനിക്ക് സ്ലിപ്പേഴ്സ് കുറേ നോക്കിയിട്ടാണ്. ഞാൻ കുറച്ച് നല്ല ഡിസൈനിലുള്ള നോക്കി. പിന്നെ എനിക്ക് തോന്നി ഡിസൈനൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ കംഫർട്ടാണ് നോക്കണ്ടേന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാനിതാ ഈ ഒരു സ്ലിപ്പേഴ്സ് എടുത്ത് അത് മതിയെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ നല്ലതാണ്, നമുക്ക് എവിടെ യൂസാക്കാമല്ലോ. പിന്നെ ഇത് ഞാൻ ഉംറൻ്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. ഇത് ഞാൻ വെറുതെ കുറച്ച് ഇവർക്ക് നല്ല രസമുള്ള ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാക്സിൽ പോയി നോക്കുമ്പോൾ ഒരു കളക്ഷനും ഇല്ലേനു. പക്ഷേ ഇപ്രാവശ്യം പോയി നോക്കുമ്പോൾ കുറേ നല്ല നല്ല കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിലും കുട്ടികളുടെ ഡ്രസ്സിൽ ഞാൻ വലിയ ആളുടെ ഡ്രസ്സൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് ഒരു ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അബായ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പേജിൽ നിന്ന്, അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്കായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് വെറ്റ് വൈപ്സ് വേണമായിരുന്നു, അത് വാങ്ങി. കാര്യം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കുട്ടികളെല്ലാം വൃത്തികേടാകുമ്പോൾ പെട്ടെന്ന് കൈയെല്ലാം തോത്തി കൊടുക്കാമല്ലോ, അതുകൊണ്ട് കുറച്ചധികം വെറ്റ് വൈപ്സ് വാങ്ങിയതിന്. പിന്നെ ഉമ്മാക്ക് വാട്ടർ ബോട്ടിൽ വേണമായിരുന്നു കേട്ടോ. ഉമ്മാക്ക് ചുമ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് 1-2 പ്രാവശ്യം തണുപ്പ് പിടിക്കുകയും ചുമയെല്ലാം വന്നു. ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വരുമ്പോൾ തണുപ്പിൻ്റെ സമയമില്ലേനു. ഇപ്പോൾ ഡിസംബറിൽ വന്നുകൊണ്ട് ഉമ്മക്ക് ചുമ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇടുന്ന് വാങ്ങിയിട്ടില്ല. നല്ല ഒരു ചൂട് നിൽക്കുന്നൊരു വാക്യൂം ഫ്ലാസ്ക് വാങ്ങണം. അങ്ങനെ പിന്നെ ഇത് ആലുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട വാട്ടർ ബോട്ടിലെല്ലാം ഞാൻ വെറുതെ നോക്കിയതാണ്, വാങ്ങിയിട്ടില്ല. ഭയങ്കര രസം കണ്ടിട്ട് നോക്കിയതാണ്. ഇക്ക ബില്ലടിക്കുന്ന സമയത്ത്, എനിക്ക് ബില്ലടിക്കുന്ന സമയത്ത് ലാസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കുന്ന സ്വഭാവമുണ്ട്, പക്ഷെ ഒന്നും വാങ്ങൂല. അങ്ങനെ ഇതാ അവൾ സാധനങ്ങളെല്ലാം വാങ്ങി. ഇക്കാക്കും
അല്ല സോറി, ഇവിടുന്ന് ഇന്നൂനും ആലൂനും ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ സെൻറ്റർ പോയിൻറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് ഇക്കാക്കുള്ള കുറച്ച് സ്വെറ്റ് ഷർട്ടെല്ലാം നോക്കി, ടീഷർട്ട് നോക്കി. ഈ ഓൾഡ് മണി സ്റ്റൈൽ ടീഷർട്ടാണ് ഇപ്പോൾ എല്ലാവിടെ നോക്കിയാലും കാണുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നിട്ടാണ്, ഇക്ക ഇട്ടിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾഡ് മണി ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പോൾ ഓരോരോ ട്രെൻഡ് വരുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നതായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഉമ്മാക്ക് കൗണ്ടർ വേണേനു. അങ്കും ഇക്കാക്കും എല്ലാം നമുക്ക് ഈ നമ്മളെ കൈമേൽ ഇങ്ങനെ ഫിംഗറിലിടുന്ന കൗണ്ടർ കംഫർട്ടാവേ. പക്ഷെ ഉമ്മാക്ക് ഇങ്ങനത്തെ തന്നെ ഇഷ്ടം, കുറച്ച് ഡിജിറ്റ് വലുതായിട്ട് കാണുമല്ലോ. അപ്പോൾ ഉമ്മ പറയും ഞങ്ങൾക്ക് കാണുന്നില്ല ശരിക്കും മറ്റേതെന്ന്. അപ്പോൾ ഇത് ഡിജിറ്റ് വലിയ ഡിജിറ്റ് ആയതുകൊണ്ട്, വലിയ സൈസ് ഉള്ളതുകൊണ്ട് ഉമ്മാക്ക് ശരിക്കും കാണാൻ പറ്റും. പണ്ടല്ല ഇങ്ങനത്തെ കൗണ്ടറിൻ്റെ ഒരു സിൽവർ കളർ മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. പക്ഷേങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കളറാണ്, നല്ല രസമുണ്ടിട്ട് ഞാൻ യെല്ലോ തന്നെ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്ത്. കാര്യം എവിടെയെങ്കിലും വെച്ചാലും പെട്ടെന്ന് കാണുമല്ലോ യെല്ലോ ആകുമ്പോൾ. അങ്ങനെ അതിൻ്റെ പിങ്ക്, ബ്ലൂ, റെഡ് അങ്ങനെ എല്ലാ കളറും ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ചൂടുവെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വാക്യൂം ഫ്ലാസ്ക് വാങ്ങി. ഉമ്മ പറയലിരുന്നു ഞാനിപ്രാവശ്യം ഇവിടെ വന്നിട്ട് ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, പക്ഷേങ്കിൽ നല്ല ചുമയെല്ലാം ഉണ്ടെന്ന്. അത് ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടാകും. നമ്മളിപ്പോൾ എങ്ങനെ സൂക്ഷിച്ചാലും കാര്യമില്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിന് എന്തായാലും അങ്ങനെ വരും. പിന്നെ ഇതാ ഈ ഒരു ബാഗില്ലേ, നമുക്ക് ഉംറ ചെയ്യുന്ന ടൈമിൽ ബാക്കിൽ നമ്മൾ ചപ്പൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ബാഗ് കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞിന്. അതുകൊണ്ട് അത് വാങ്ങി. ഇതിൻ്റെ കളർഫുള്ളായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങനെ എടുത്ത് കാണാത്ത രീതിയിലുള്ള ബ്ലാക്ക് തന്നെയാണ് വാങ്ങിയത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസിലും കണ്ടിന്. പിന്നെ ഉസ്താദും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിട്ടുള്ള നമ്മൾ ചെരുപ്പ് മാത്രം ഇടാൻ പറ്റിയൊരു ബാഗ് വേണമെന്ന്. അങ്ങനെ 2-3 വാങ്ങി. കുട്ടിക്ക് വാങ്ങിയിട്ടില്ല, ഉമ്മാക്കും അങ്കും ഇക്കാക്കെല്ലാം വാങ്ങി. പിന്നെ അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാ ഞാൻ ഉംറക്ക് പോയാലൊന്നും വ്ളോഗ് ഷൂട്ട് ചെയ്യൂല. കുറച്ച് കാലത്തേക്ക് ഇനി വ്ളോഗ് ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളോടിത് പറയണമെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലും എല്ലാം കുറേ മെസ്സേജസ് വരും, എന്നാ വ്ളോഗില്ലാത്ത, എന്നാ കാണാത്തതെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് ഉമ്മാക്ക് 1-2 നൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നെസ്റ്റോ തന്നിട്ടാ. നെസ്റ്റോയിൽ പോയാലെപ്പോഴും ഈ നൈറ്റി സെക്ഷൻ ഞാൻ ഉമ്മാക്ക് നാട്ടിലോട്ടും കൊണ്ട് കൊടുക്കലുണ്ട്. ഉമ്മ ഇവിടെ വന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങുകയും ചെയ്തേന്. നല്ല രസമുള്ള നൈറ്റിയാണ് ഇവിടെ ഉണ്ടാവാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ല സേഫായിട്ട് പോകാനും എല്ലാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ. ബൈ ബൈ.